ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു എ ചാനൽ മൈ കുക്കിംഗ് സ്റ്റോറീസ്. അപ്പോൾ ഇന്ന് റവയും തേങ്ങയും വെച്ചിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന നല്ല ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണെന്ന് കാണിക്കുന്നത്. അപ്പോൾ വളരെ സിമ്പിളാണ് ഇത് ഉണ്ടാക്കുക. അപ്പോൾ നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാനിപ്പോൾ ഇവിടെ ഒരു അരക്കപ്പ് ശർക്കര എടുത്തിട്ടുണ്ട്. അത് ഒരു 1/4 കപ്പിലും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് ഉരുക്കിയിട്ട് ആ ഒരു ശർക്കരപ്പാനി നമുക്ക് റെഡിയാക്കാം. അപ്പോൾ ഈ ശർക്കരയൊക്കെ ഇതിൽ നന്നായിട്ട് ഇങ്ങനെ ഉരുക്കി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. അപ്പോൾ തേങ്ങ ഞാനിപ്പോൾ ഇവിടെ 1/2 കപ്പാണ് ഇട്ട് കൊടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് തേങ്ങേൻ്റെ അളവ് കൂട്ടണമെങ്കിൽ കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റ് ഉണ്ടാവും തേങ്ങ കുറച്ചും കൂടി ഇട്ട് കൊടുത്താൽ. ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഏലക്കാപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഇത് ഫില്ലിംഗ് ആയിട്ട് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഇത് കുറച്ച് ഡ്രൈ ആയിട്ട് വേണം നമുക്കിത് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കതവിടെ മാറ്റി വെക്കാം. അപ്പോൾ അടുത്ത് ഞാനൊരു പാനിലേക്ക് 1 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1/2 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ പാൽ ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് 1 കപ്പ് റവ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ഈ റവ ഇടുമ്പം കുറച്ചായിട്ട് ഇട്ടിട്ട് ഇങ്ങനെ പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മൾ ഫ്ലെയിം ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം, അല്ലെങ്കിൽ റവ ആയതുകൊണ്ട് പെട്ടെന്ന് അത് അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ റവ ഇങ്ങനെ കുറച്ച് ഇട്ടിട്ട് ഇത് നമ്മൾ ഉപ്പുമാവിനൊക്കെ ഉണ്ടാക്കുന്ന പോലെ പതുക്കെ ഇതൊന്നിങ്ങനെ മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യും അതുപോലെ ആ ഒരു റവേൻ്റെ മധുരത്തിന് വേണ്ടി 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിത് പതുക്കെ ഇങ്ങനെ ആ സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ ഇളക്കിയിട്ട് ഇതിൽ സ്മൂത്തായിട്ട് വേണം നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഈ ഒരു പരുവത്തിൽ വേണം നമ്മളിത് ഓഫാക്കി എടുക്കാൻ. അപ്പോൾ ഈ പാനിൽ നിന്നൊക്കെ വിട്ട് വരുന്ന ഒരു പരുവത്തിൽ വേണം. ഇനി നമ്മൾ ചെറിയൊരു ചൂടിൽ വേണം നമ്മളിത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ മാത്രമേ നമുക്ക് ഈ ഒരു റവ നമുക്ക് ബോളാക്കി നല്ല ഷേപ്പിൽ ഇത് ഉരുട്ടിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനിത് ഒരു ചെറിയ ചൂടിൽ തന്നെ നമുക്കിത് ഇങ്ങനെ കുഴച്ചെടുക്കാം. അപ്പോൾ കയ്യിൽ വേണമെങ്കിൽ കുറച്ച് നെയ്യോ അല്ലെങ്കിൽ വെള്ളവും കൂടി തടവി കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ആ ഒരു തേങ്ങയും ശർക്കരേൻ്റെയും ആ ഒരു മിക്സ് നമുക്കിതുപോലെ ചെറിയ ബോളാക്കിയിട്ട് മാറ്റി വെക്കാം. കാരണം ഇത് നമ്മൾ ഫില്ലിംഗ് ആക്കി വെക്കുന്നതുകൊണ്ട് ഇപ്പോൾ ഇങ്ങനെ നമ്മൾ ചെറിയ ബോളാക്കി വെക്കുമ്പോൾ നമുക്കിത് ഫില്ല് ചെയ്യാൻ വേണ്ടി എളുപ്പമായിരിക്കും. ഇനിയിപ്പം ഇത് ഇങ്ങനെ ബോളാക്കി എടുക്കുമ്പം കുറച്ച് നനവുണ്ട് അല്ലെങ്കിൽ ഡ്രൈ ആയിട്ടല്ല തോന്നുന്നത് എന്നുണ്ടെങ്കിൽ നമുക്കിത് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. അപ്പോൾ അത് നന്നായിട്ട് ഇങ്ങനെ ഷേപ്പാക്കി എടുക്കാനും നമുക്ക് ഫില്ല് ചെയ്യാനും എളുപ്പമായിരിക്കും. ഇനി നമുക്ക് നമ്മൾ റവ കുഴച്ച് വെച്ച് അതിൽ നിന്ന് ഇതുപോലെ ചെറിയൊരു ബോളാക്കി ഷേപ്പാക്കി എടുക്കണം. നമുക്കിത് കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ ഉരുട്ടിയെടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ശരിക്കും അത് ഷേപ്പാക്കി എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് കയ്യിൽ വേണമെങ്കിൽ ഞാൻ കുറച്ച് കയ്യിൽ നെയ്യ് തടവിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നല്ല സ്മൂത്തായിട്ട് ഇത് പരത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ കൈ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആ ഒരു ശർക്കരേൻ്റെയും തേങ്ങേൻ്റെയും ഫില്ലിങ് ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഒന്ന് ബോളാക്കി ഷേപ്പ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് നമ്മളിത് പരത്തിയെടുക്കുമ്പം വളരെ തിന്നാവാൻ പാടില്ല. കാരണം ഇത് പൊട്ടിപ്പോവും. അധികം തിന്നായാലും ഒരു അത്യാവശ്യം കുറച്ച് കട്ടിയിൽ തന്നെ വേണം ഇത് നമ്മൾ പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് ഈ ഷേപ്പാക്കി വെച്ച് ഓരോ റവേൻ്റെ ബോൾ നമുക്ക് ഈ ഒരു എണ്ണയിലിട്ടിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം. അപ്പോൾ പൊരിക്കുമ്പോഴും തീയൊരു മീഡിയം ടു ലോ ഫ്ലെയിമിലാണ്. കാരണം ആ റവയുടെ ഭാഗം ഒന്ന് കുക്കായി വരാനും ഉണ്ട്. പിന്നെ നല്ലൊരു ബ്രൗൺ കളർ ആവുന്നവരെ നമുക്കിത് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡിയാണ്. ഞാൻ എല്ലാ ബോൾസും ഇതുപോലെ ഫ്രൈ ചെയ്തിട്ട് കോരിയെടുക്കുകയാണ്. അപ്പോൾ ഇത് എണ്ണ ഒന്നും തീരെ കൊടുക്കില്ല. പുറം ഭാഗമാണെങ്കിൽ നല്ല ക്രിസ്പുമാണ്. ഉള്ളിലത്തെ ആ ഒരു ഫില്ലിംഗ് എന്ന് പറയുന്നത് തേങ്ങയും ശർക്കര ആയതുകൊണ്ട് നല്ല ടേസ്റ്റുമാണിത്. അപ്പം ഞാൻ ഇതിൻ്റെ ഉള്ളിലത്തെ ആ ഒരു ഫില്ലിങ്ങും അതിൻ്റെ ഉള്ളിലത്തെ ടെക്സ്ചറൊക്കെ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ സ്നാക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഭയങ്കര സിമ്പിളാണ് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യണം, പിന്നെ ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബെൽ ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്